നിർത്തി വന്നേ വന്നേ പെട്ടെന്നോ. ഇത് ആഘോഷമാണല്ലോ. ആഘോഷ് മേനോൻ സിനിമ നടൻ. ഒന്ന് പോയടാ. അതെ, നിങ്ങൾ സിനിമാ താരം ആഘോഷ് മേനോനല്ലേ? ആടാ കണ്ടറിഞ്ഞൂടെ? അതേടാ, ആഘോഷ് മേനോൻ തന്നെയാ. ആഘോഷ് മേനോൻ തന്നെയല്ലേ? അതെടാ, ആഘോഷ് മേനോനാണ്. എന്താ കുഴപ്പം? ഇതിപ്പോ വലിയ കഷ്ടമല്ലോ. സ്വസ്ഥമായിട്ട് വന്ന് കുറച്ച് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കൂലല്ലോ. അല്ല സാറേ, സാറിനെ ഇവിടെ കണ്ടതുകൊണ്ട് ക്യാരക്ടർ ഇങ്ങനെയാണ്. സിനിമാക്കാരനായതുകൊണ്ട് എനിക്ക് എന്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല. നല്ലൊരു പുണ്യപ്പെട്ട വസ്ത്രം ധരിച്ച് ഞാൻ കുറച്ച് നല്ല പ്രവൃത്തികൾ ഇവിടെ ചെയ്തോട്ടെ. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇത് കണ്ടോ, നോക്ക്. നിങ്ങൾക്ക് ഇത് വെറും ഭക്ഷണ പൊതികളാണ്, ഇവർക്ക് നന്മ പൊതികളാണ്, സന്തോഷ പൊതികളാണ്. സാറേ, എന്നാലും ഈ വേഷത്തെ കണ്ടപ്പോ എടോ, വേഷം കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്രയും കൂടി സ്വസ്ഥത തരുമോ? സോറി സർ. ഇപ്പൊ നിങ്ങൾ വന്നോണ്ടല്ലേ ഈ ആളുകൾ മുഴുവൻ കൂടിയത്. ഞാൻ സമ്മതിച്ചു, എന്റെ സിനിമ കൊണ്ട് എന്നെ വളർത്തിയത് നിങ്ങളാണ്. പക്ഷെ എന്നിൽ നന്മയുള്ള ഒരു മനുഷ്യനുണ്ട്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കൂ പ്ലീസ്. ബ്രദർ, നിങ്ങൾ എന്റെ അനുവാദം ഇല്ലാണ്ടാ ഷൂട്ട് ചെയ്യുന്നത്. പ്ലീസ് ഈ ഡിലീറ്റ് ചെയ്യണം. നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ വരാനോ ഈ പാവങ്ങളെ സഹായിക്കാനോ പറ്റില്ല. ചേട്ടാ ഡിലീറ്റ് ചെയ്യണം ചേട്ടാ, പ്ലീസ്. ചേട്ടാ സിനിമാ നടനും മനുഷ്യനാണ് ചേട്ടാ, എല്ലാവരും ഡിലീറ്റ് ചെയ്യണം പ്ലീസ്. സിനിമാ നടനും മനുഷ്യനാണ്, പ്ലീസ് പ്ലീസ്. സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ താരം വൈറലാകുന്നു. നന്മകൾ പറ്റി തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമൂഹത്തിന് മാതൃകയാവുന്നു ഈ ദൃശ്യങ്ങൾ. ആഘോഷ് മേനോൻ എന്ന യുവതരംഗം സമൂഹ ഹൃദയങ്ങളെയാണ് തൊട്ടുണർത്തിയതെന്നും സിനിമാ താരങ്ങൾ മാത്രമല്ല മറ്റു മേഖലയിലുള്ള എല്ലാവരും ഇതൊരു ചരിയാക്കി മാറ്റണമെന്നും ബോളിവുഡ് സിനിമാ താരം ആലിയ ഭട്ട് തന്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചു. എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള നിസ്വാർത്ഥമായ വാചകമാണ് ആഘോഷ് മേനോനെ അഭിനന്ദിക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയും പറഞ്ഞു. നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തതിൽ ഏറ്റവും ഗംഭീര കലക്കിയത് ഈ പ്രാവശ്യം. വൈറൽ എന്ന് പറഞ്ഞാൽ മധുര വൈറലാണ്. ആരൊക്കെയാണ് ട്വീറ്റ് ചെയ്തേക്കണേ, ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല. പിന്നെ നിങ്ങൾ 4 പേരുടെ പെർഫോമൻസ് പന്നിപ്പോയായിരുന്നു. ഒരാളും നീ ഇങ്ങോട്ട് വാ. ഞാൻ എന്റെ റിംഗ് ടോൺ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വട്ടായി പോകും. സംഭവം ഇവന് ഇത്രയുള്ളെങ്കിലും ഇവൻ തന്ന ഐഡിയ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനത്തെ ഐഡിയ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ശമ്പളമാണ് തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഞാൻ ശ്രീജിത്തിന് എന്റെ സ്വന്തം സ്വർണത്തിന്റെ മാല ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ്. കഴിഞ്ഞില്ല, ഏറ്റവും പുതിയ ഫോൺ. ഹലോ ആഘോഷ്, ഞാൻ പ്രകാശ്. കൊടുക്കാം സാറേ. പ്രകാശ് സാർ, ഒരു സെക്കൻഡ്. ഹലോ ആഘോഷ്, കലക്കി കളഞ്ഞു കേട്ടോ. നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. അയ്യോ സാർ, രാവിലെ മുതൽ കേട്ടിട്ട് ഞാൻ വഴിയായി സാർ. പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഞാൻ പകുതി വായിച്ചു സാർ. സാർ ഇപ്പൊ നമുക്ക് ഒരു ഓൾ ഇന്ത്യ ഫെയിം വന്നിരിക്കുന്ന കാരണം നമുക്ക് സൗത്ത് ഇന്ത്യ ആയിട്ട് ഒതുക്കണ്ട, നമുക്ക് ചെറിയ നോർത്ത് ഇന്ത്യ പരിപാടിയൊക്കെ പിടിക്കാം. ബഡ്ജറ്റ് ഒക്കെ കൂട്ടാ സാർ. സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് പോലെ ഞാൻ സ്പെൻഡ് ചെയ്തോളാം. ഡിമാൻഡ് ഒക്കെ നമ്മൾ ചെയ്യിക്കല്ലോ സാർ. ഓക്കെ 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 സാർ, ഒന്ന് ഹോൾഡ് ചെയ്യാം. കൊടുക്കാം. വിളിക്കണ്ടായിരുന്നു സാർ. ശ്രീശാന്ത്. ശ്രീശാന്ത്, ശ്രീ, നീ ബോളൊക്കെ മര്യാദയ്ക്ക് അറിയുന്നുണ്ടോ? എന്താ സാറേ പെട്ടിയൊക്കെ ആയിട്ട്? നമ്മുടെ ഓർമ്മകളായതൊക്കെ. ഇത് കണ്ട എന്റെ ആദ്യത്തെ റെയിൽവേ ടിക്കറ്റ്. ഞാൻ അവിടെ ഇരിക്കേ. ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ വാച്ച്, ക്യാമറ, മൊബൈൽ ഫോൺ. പിന്നെ ഇത് വാഹിനി സ്റ്റുഡിയോയിൽ വെച്ച് ശിവാജി ഗണേശൻ സാർ വലിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ചോദിച്ചു വാങ്ങിച്ച സിഗാറ. എനിക്ക് ഈ സിനിമയോടുള്ള ഒരു ഭ്രാന്ത് വെച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ ഇരുന്നു പോകേണ്ടൊരു നടനല്ലടാ. മേക്കപ്പ് മാനും 1-2 പേഴ്സണൽ സ്റ്റാഫും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. 20 രൂപ കൊടുക്കേണ്ടടുത്ത് 25 രൂപ കൊടുക്കും. അത് നസീർ സാറിൻ്റെ പഠിച്ചൊരു ശീലമാണ്. സാർ എപ്പോഴും പറയും, നമ്മുടെ കൂടെ ഉള്ളവർ വളരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരുന്നു. സാർ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? നീ ഇവിടെ ബിവറേജസിൽ പോയിട്ടേ ഒരു ബോട്ടിൽ വാങ്ങും. ആർക്ക്? എനിക്ക്. ശ്രീരഞ്ജനെ അറിയണ്ട കേട്ടോ. ഞാൻ ബോട്ടിൽ വാങ്ങിച്ചിട്ട് സാറെ കുടിച്ചത് തന്നെ. സാറേ, പ്രകാശ് സാർ എന്നെ ഇങ്ങോട്ട് വിട്ടത് സാറിനൊരു സഹായമായിട്ടാണ്. നീ വലിയ വർത്താനൊന്നും പറയണ്ട. വാങ്ങുന്നുണ്ടോ ഇല്ലയോ? ഇല്ല സാർ, സോറി. സാറ് പറഞ്ഞില്ലേ, കൂടെയുള്ളവർ നന്നായാലേ നമ്മളും നന്നാവുള്ളൂ എന്ന്. വെള്ളമടിച്ച് നന്നായ ആരെ എനിക്കറിയില്ല. ഗിവ് ആൻഡ് ടേക്ക് തുടരുന്നു മിർച്ചി ആർജെ നിൽജയോടൊപ്പം നമ്മുടെ പ്രിയ യുവതാരം ആഘോഷ് മേനൻ. സർ, തുടർച്ചയായിട്ടുള്ള വിജയങ്ങളാണ്.
അതും ചെറിയ ബജറ്റിൽ ചെയ്യുന്ന സിനിമകളാണെങ്കിലും സാറിന്റെ കാര്യത്തിൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്സ് ആണ്. വെരി ട്രൂ. അതിനിടയ്ക്കാണ് വളരെ കലാമൂല്യമുള്ള ഒരു സിനിമ ഇറങ്ങി നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്തു. അത് സാറിന് എത്രമാത്രം അഫക്ട് ചെയ്തു? അരികെ ഒരു ആകാശമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. ആക്ച്വലി അതിലെ ഹീറോ ഞാനല്ല, സീനിയർ ആക്ടർ മോഹൻകുമാർ സാറാണ്. അതിന്റെ സംവിധായകൻ നല്ല ഒരു സമാന്തര സിനിമ എന്നെ അഭിനയിപ്പിച്ച് ന്യൂ ജനറേഷൻ സിനിമയാക്കാൻ ശ്രമിച്ചു. ഓക്കെ, പിന്നെ ഞാൻ അതിനെ നിന്ന് കൊടുത്തു. പിന്നെ എല്ലാ സിനിമക്കും അതിൻ്റെതായ ഫേറ്റ് ഉണ്ട്. സാർ എന്നാലും വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ട് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ പെട്ടെന്ന് വീണ് പോകുക എന്ന് പറഞ്ഞാല് വളരെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ PT ഉഷ അടക്കം കാലുകെട്ടി മലന്നടിച്ച് വീഴുന്നില്ലേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ സോളോ ഹീറോ ആയിട്ട് അഭിനയിച്ച കമ്പിളിപ്പതപ്പ് എന്ന് പറഞ്ഞ പടം സൂപ്പർ ഹിറ്റ് ആണ്. ഇത് ആഘോഷിന്റെ ഇന്റർവ്യൂ അല്ലേ? He's marketing it very well. വണ്ടി ഒന്ന് സൈഡാക്കി. എക്സ്ക്യൂസ് മീ, നിമ്മിനൊന്ന് വിളിക്കാവോ? എടാ ആ നിമ്മിനൊന്ന് വിളിക്കോ? മാം ഇരിക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ആഘോഷ് മേനോൻ എന്നുള്ളൊരു പേര് മാറ്റത്തിന് പിന്നിൽ? ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മളെ കുറിച്ച് പറയും. അതെ, ബോളിവുഡ്. എന്റെ ശരിക്കുള്ള പേര് ആഘോഷ് മേനോൻ തന്നെയാണ്. സംശയം ഉണ്ടെങ്കിൽ എന്റെ SSLC ബുക്ക് നോക്കിക്കോളൂ. ശരിക്കും അല്ലേ? അപ്പൊ കൃപേഷ്? കൃപേഷ് ഞാൻ ഒരു 10 വർഷം മുമ്പ് ഒരു സന്യാസിനെ പരിചയപ്പെട്ടു, വാരണാസി വെച്ചിട്ട്. ഓക്കെ. അപ്പൊ പുള്ളിയാണ് കുറച്ച് കൃപയുള്ള പേര് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൃപേഷിന് പേരിട്ടു. ബ്ലഡി ഡോങ്കി, ഇഡിയറ്റ്. അപ്പൊ പിന്നെ ഇപ്പൊ എന്തിനാ പേര് മാറ്റിയ? പുള്ളി കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ വെച്ചിട്ട് ഓട്ടോ അടിച്ച് മരിച്ചു. Oh no. ആ, ഗുരുവായൂർ എഡിഷനിലെ എല്ലാ ന്യൂസ് പേപ്പറിലും ഉണ്ടായിരുന്നല്ലോ. You are very funny, sir. ഫണ്ണിയോ? എന്ത് ഫണ്ണി? അതല്ല സർ. അല്ല, നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് ഫണ്ണിയാണോ? So sad. Pathetic. ചുമ്മാതല്ലേ ഇയാളെ നാട്ടുകാർ കബീഷ് എന്ന് വിളിക്കണം. 1000 പേരുകൾ പറഞ്ഞെടുത്ത നമ്മളിപ്പോ ആരായി? ഇംഗ്ലീഷുകാരാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ രാജ്യസ്നേഹം ഇവർക്ക് രാജ്യദ്രോഹമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തിരിച്ചുവരവുണ്ടാവുമെന്നറിയില്ല. ഗുഡ്, വെരി ഗുഡ്. സാർ ഇരിക്കട്ടോ. കഴിഞ്ഞു. സംഭവം കിട്ടി. ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞു കൊടുത്തേ, ഒന്ന് വിളിച്ചോണ്ട് പോയി. ഇറ്റ്സ് ഓക്കെ, വി ഗോട്ട് ഇറ്റ്. ഞാൻ പുറത്തിരിക്കാം. മതി നിർത്തിക്കോ. എങ്ങനെയുണ്ടായിരുന്നു? ആർക്കും മനസ്സിലായില്ലല്ലോ. ഇല്ല, ഈ ഫോണിൽ ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാ വൈറലാവുന്നുള്ള കാര്യം ഉറപ്പാ. നല്ല മൈലേജും കിട്ടും, കുറെ ഫാൻസും കൂടും. കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാനാവാതെ നടി ശ്രേയാലക്ഷ്മി. അങ്ങനെ ഒരു ക്യാപ്ഷനും കൂടി കൊടുക്കാം. ഒരു 3-4 ക്യാപ്ഷൻ ഞാനും കൂടെ പറഞ്ഞു തരട്ടെ? എടോ, 10-12 വർഷമായിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ഇങ്ങനത്തെ കുറെ കുരുട്ടുകളെ കണ്ടിട്ടുണ്ട്. ഈ കുരുട്ടുബുദ്ധി കാണിക്കുന്ന എഫേർട്ടിന്റെ പകുതി ഓണസ്റ്റ് ആയിട്ട് അഭിനയത്തിലിടുക. അങ്ങനെയാണ് കുറച്ചും കൂടെ കളത്തി നിൽക്കാം. സോറി സർ, വേറെ ആരോടും പറയല്ലേ. ഞാനായിട്ട് ആരോടും പറയില്ല, പക്ഷെ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. ശരി, വേണ്ടായിരുന്നു. നമസ്കാരം. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാകൂടങ്ങളല്ലേ വൈറലാവുന്ന. ഇപ്പൊ ചിലരുടെ വയറ്റിപ്പഴപ്പ്. പ്രാവശ്യം ഞാൻ വായിച്ചു, ഗംഭീര സ്ക്രീൻ പ്ലേ ആണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. ഇതില് 3 ക്യാരക്ടേഴ്സും അടിപൊളിയാണ്. 3 രീതിയിൽ പെർഫോം ചെയ്യാനുള്ള. ഞാനേതാ ചെയ്യേണ്ടതെന്ന് പ്രകാശ് ചേട്ടൻ ഡയറക്ടറോട് സംസാരിച്ചിട്ട് പറഞ്ഞാൽ മതി. താങ്ക് യു ആസിഫ്. ഈ പ്രോജക്റ്റ് എന്റെ കച്ചിത്തുരുമ്പാ. ഹേ പ്രകാശ് ചേട്ടാ, വെറും മണി മേക്കിംഗ് അല്ല, സിനിമയോട് സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിപ്പ് ഇങ്ങനെ നിറയുന്നത്. നമുക്കൊരു ജൂൺ ജൂലൈ എന്നുള്ള രീതിയിൽ തുടങ്ങിക്കളയാം പോരെ? എന്റെ റെമ്യൂണറേഷനും കാര്യങ്ങളെ പറ്റിയൊന്നും സാർ ഇപ്പോൾ ബോധർ ചെയ്യണ്ട. പക്ഷെ പ്രൊഡക്ഷനിൽ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഈ പടം ചെയ്യണം. തീർച്ചയായിട്ടും. ഇത് കലക്കും പ്രാവശ്യട്ടാ, ഞാൻ കട്ടയ്ക്ക് കൂടെയുണ്ട്.